ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒന്ന് കോളിഫ്ലവർ കൊണ്ട് ബജ്ജി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഞാനൊരു കോളിഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ഒരു പാക്കറ്റ് കടലമാവും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ പാക്കറ്റ് കടലമാവാണ് വാങ്ങിച്ചത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് മാത്രമാണ് ഉണ്ടാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അങ്ങനെ കടലമാവൊക്കെ പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തു. പിന്നെ ബജ്ജിയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് കായം പൊടിയും ഉപ്പുപൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഉപ്പുപൊടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് നമ്മൾ കൂട്ടി യോജിപ്പിച്ചെടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഒരു ഇഡ്ഡലിയുടെ മാവിൻ്റെ പരിവൊക്കെ ആക്കിയിട്ട് എടുക്കണം. പിന്നെ നമുക്ക് കുറച്ചല്ലേ വേണ്ടോ. അപ്പം അങ്ങനെ ഞാൻ കുറേശ്ശെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് അത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം അങ്ങനെ ഞാനൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കോളിഫ്ലവർ നമുക്ക് തിളച്ച വെള്ളത്തിലിടണമല്ലോ. അപ്പം ഞാൻ വെള്ളമൊക്കെ ഗ്യാസിൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഞാൻ കോളിഫ്ലവറൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം അങ്ങനെ ചെറിയ രീതിയിൽ കോളിഫ്ലവർ വാടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ബിജേഷേട്ടനോട് പറഞ്ഞു, ചെറുതായിട്ട് അത് വാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാലും സാരമില്ല, നമുക്കത് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴല്ലേ അത് നന്നായിട്ട് വെന്ത് വരുള്ളൂ. അപ്പം അങ്ങനെ ഞാനത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അതൊക്കെ അരിപ്പയിലേക്ക് കോരിയെടുത്തതിന് ശേഷം വെള്ളമൊക്കെ വാർന്ന് കിട്ടാനായിട്ട് ഞാനത് കുറച്ച് നേരം ഒരു പാത്രത്തിൻ്റെ മുകളിൽ വെച്ചു. അത് കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നപ്പോൾ ഞാൻ കോളിഫ്ലവറൊക്കെ മാവിലിട്ട് കൊടുത്തിട്ട് കുറേശ്ശെ ഞാൻ പറക്കിയിടുകയാണ്. അപ്പോൾ നന്നായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഈ ബജ്ജി നന്നായിട്ട് പൊന്തി വന്നു. അപ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷമായി. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ചെയ്ത കാര്യം വിജയിച്ചു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ഞാനതൊക്കെ പറക്കിയിട്ടതിന് ശേഷം ഒരു ഭാഗം വെന്ത് വന്നപ്പോൾ ഞാനത് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം അപ്പുറത്തെ ഭാഗവും വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ ഞാൻ പേടിച്ചിട്ടാണ് മറിച്ചിടുന്നത്. എന്താണെന്ന് വെച്ചാൽ ആയിട്ടില്ലേ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ മറിച്ചിടാനൊന്നും പ്രയാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാനത് മറിച്ചിട്ടതിന് ശേഷം ഞാനതൊരു പാത്രത്തിലേക്ക് എടുത്തതിന് ശേഷം സോസ് കൂടിയിട്ടാണ് കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സോസൊക്കെ ഒഴിച്ചിട്ട് പിന്നെ ഞാൻ കട്ടൻ ചായയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കട്ടൻ ചായയും എടുത്തിട്ട് ഞാൻ ആദ്യം തന്നെ ബിജേഷേട്ടനാണ് കൊടുക്കുന്നത്. അപ്പോൾ ആൾ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അതിന് ശേഷം ഞാനും കഴിച്ചു. നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നോട് കമൻറ്റിലൂടെ പറയണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് വേണം കേട്ടോ.